മുനമ്പം ഭൂമി തർക്കത്തിൽ ഫറൂഖ് കോളേജ് നൽകിയ ഹർജിയിൽ മുനമ്പം നിവാസികളെ കക്ഷി ചേർത്തു. വഖഫ് ട്രൈബ്യൂണലിന്റേതാണ് വിധി. വഖഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ട്രൈബ്യൂണൽ വിധിയെന്ന് മുനമ്പം സംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പറഞ്ഞു. ഫറൂഖ് കോളേജിൻ്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ ഭൂമി 35 വർഷത്തിന് ശേഷം വേറെ അവകാശി വരികയും അവർ ഞങ്ങളുടെ റവന്യൂ അവകാശം കവർന്നെടുക്കുകയും അതിനെതിരെയുള്ള പോരാട്ടത്തിൽ സർക്കാർ ഞങ്ങൾക്ക് കരമടക്കാനുള്ള അനുവാദം തന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ സിംഗിൾ ബെഞ്ചിൽ നടത്തിയിരുന്ന കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വരികയും അന്ന് ആ റവന്യൂ അവകാശങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് 2023 അതിന് സ്റ്റേ വാങ്ങി. ഒരു റൈറ്റുമില്ലാത്ത ഒരു വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്ന 2 വ്യക്തികൾ അതിനെതിരെയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാനായിട്ട് ഒരു കമ്മീഷൻ അഴക്കാന്ന് പറയുകയും ആ കമ്മീഷൻ രംഗത്ത് വരികയും ആ കമ്മീഷൻ തന്നെ കള്ളക്കേസിൽ കുടുക്കുകയും ഇല്ലാണ്ടാക്കുകയും സിംഗിൾ ബെഞ്ചിൽ ചെല്ലുകയും സിംഗിൾ ബെഞ്ചിൽ നിന്ന് നീതി കിട്ടാണ്ട് രാമചന്ദ്രൻ സാർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവർ നോട്ടീസ് ആർക്കും കൊടുത്തിട്ടുണ്ട്. ഏതോ 3-4 റിസോർട്ടുകാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും നോട്ടീസ് തന്നില്ല. ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും തരാണ്ട് ഈ ഭൂമി പിടിച്ചെടുത്തായി കാടൻ നിയമം മാറണ്ടേ? വിശദാംശങ്ങളുമായി AK അഭിലാഷുമുണ്ട്. അഭിലാഷ്, ഇപ്പോൾ ഈ ഭൂമി തർക്കത്തിൽ സമരക്കാരെയും മുനമ്പം നിവാസികളെയും കക്ഷി ചേർത്തിരിക്കുകയാണ്. അതിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. എന്താണ് ഇപ്പോൾ വിശദാംശങ്ങൾ? ഫാറൂഖ് കോളേജിന്റെ ഹർജി എന്തായിരുന്നു? സ്മൃതി, നേരത്തെ ഈ വഖഫ് സംരക്ഷണ സമിതിയും അതോടൊപ്പം തന്നെ സംരക്ഷണ വേദിയും ഈ ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു. അതായത് ഈ കേസിൽ ഫറൂഖ് കോളേജിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ടായിരുന്നു അവർ ഹർജി നൽകിയത്. പക്ഷേ ഈ ട്രൈബ്യൂണൽ 2 ഹർജികളും തള്ളി. അതിനുശേഷമാണ് ഇപ്പോൾ മുനമ്പൻ നിവാസികളുടെ ഹർജി പരിഗണിക്കാനുള്ള തീരുമാനം ഹൈക്കോടതി ട്രൈബ്യൂണൽ എടുത്തത്. ഏതായാലും ഇവരുടെ ഹർജി പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ ഇവരെ കക്ഷി ചേർക്കാനുള്ള തീരുമാനവും ഇപ്പോൾ എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ വാദമുഖങ്ങൾ നാളെ തന്നെ സമർപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് നാളെ തന്നെ ഈ സംബന്ധിച്ചുള്ള കൗണ്ടർ പെറ്റീഷൻ നൽകണമെന്നുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇവരുടെ അവകാശം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അവകാശങ്ങൾ പറയാനുള്ള ഒരു വേദി കൂടി തുറന്നു കിട്ടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കാലാവധി കൂടി നീട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ കൂടി ഇവർ അംഗീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതായത് നേരത്തെ ഈ ഭൂമി വാങ്ങിയപ്പോഴൊന്നും ഉണ്ടാവാത്ത പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വഖഫ് സംരക്ഷണ സമിതിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്നുള്ള ആക്ഷേപം കൂടി അല്ലെങ്കിൽ വിമർശനം കൂടി അവരുടെ ഭാഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സത്യം ഞങ്ങൾക്കൊപ്പമാണ്, ആ സത്യം തന്നെ വിജയിക്കുമെന്നാണ് ഇപ്പോൾ അവർ നൽകുന്ന സൂചന. ഏതായാലും അവർക്ക് ഹർജിയുമായി നാളെ തന്നെ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇവരുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലും ഈ ട്രൈബ്യൂണലിനെ അറിയിക്കും. ട്രൈബ്യൂണൽ നാളെ തന്നെ വാദങ്ങളും ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്.